സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്കൊരിക്കൽ കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഇടയാക്കിയ ഈ വിലയേറിയ അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ദൈവകൃപയാൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള യോഗങ്ങൾ നടക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള അവസരങ്ങളെ പലരും ഉപയോഗിച്ചു. പക്ഷേ ചില ആളുകൾ ഒട്ടും ഉപയോഗിച്ചില്ല. ഈ യോഗത്തിനൊന്നും ചിലരൊന്നും ഒട്ടും വന്നില്ല. നമുക്ക് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പോഴൊക്കെ ഒരു യോഗം നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചിലവൊക്കെ ചെയ്ത ദൈവദാസന്മാരെ വരുത്തി നടത്തപ്പെടുന്ന യോഗമാണ്. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും നമുക്ക് ഇതുപോലുള്ള അവസരങ്ങൾ ലഭിക്കുകയില്ല. കാരണം നമ്മുടെ കർത്താവിൻ്റെ വരവ് വളരെ ആസന്നമായിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം നമുക്കറിയാം. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണ്. 500 1000-ൻ്റെ നോട്ടുകളൊക്കെ അസാധുവായി. അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല, അതിന് പകരമായിട്ട് പണമൊന്നും അതനുസരിച്ച് നോട്ട് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇന്ത്യയിലെ ആളുകൾ വളരെ പ്രയാസപ്പെടുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്, ഈ പേപ്പർ നോട്ടുകളെല്ലാം മതിയാക്കിയിട്ട് മാത്രമല്ല, അല്ലാതെയുള്ള പരിപാടി, ഇലക്ട്രോണിക് ആയിട്ടുള്ള പരിപാടികളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നമ്മുടെ ഡെബിറ്റ് കാർഡോ അതൊക്കെ ഉപയോഗിച്ച്, മാസ്റ്റർ കാർഡോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ നടത്താം എന്നുള്ള അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഞാൻ പത്രം വായിച്ചപ്പോൾ എനിക്ക് രസമായിട്ടൊരു കാര്യം തോന്നി. ചില ഓട്ടോറിക്ഷകളിൽ നമുക്ക് യാത്ര ചെയ്യണമെങ്കിലും ഇനി പണം വേണ്ട, കാർഡ് മതി. ഓട്ടോറിക്ഷകളിൽ പോലും ഈ സംവിധാനം ഘടിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ശരിക്കുള്ള പൈസ കാർഡ് വഴി പണമൊന്നും കൊണ്ടു നടക്കേണ്ട. അപ്പോൾ അങ്ങനെ അതിന് മുന്നോടിയായിട്ട് എല്ലാവർക്കും ഈ ആധാർ കാർഡൊക്കെ വളരെ നിർബന്ധമാക്കി, എല്ലാം ആധാറുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി, ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാവരെയും നമ്പർ കൊണ്ട് അറിയപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ എൻ്റെ പേരുള്ള അനേക ആളുകൾ കാണും, പക്ഷെ എൻ്റെ നമ്പറുള്ള ആളുകൾ ആരും കാണത്തില്ല. അപ്പോൾ അത്ര ഇതായിട്ട് എല്ലാവർക്കും നമ്പർ കൊടുത്ത് നമുക്കെല്ലാം ബാങ്ക് ഇടപാടുകളാണെങ്കിലും സാധനങ്ങൾ വാങ്ങണമെങ്കിലും യാത്ര ചെയ്യണമെങ്കിലും എല്ലാവർക്കും നമ്പർ കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ രാജ്യം എത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ രാജ്യത്തിൽ നടക്കുന്നതായിട്ടുള്ള ഒരു സംഭവം മാത്രമല്ല, ഈ ലോകത്തിൽ എങ്ങനെയോ സംഭവിക്കും. ഇത് യേശുക്രിസ്തുവിന്റെ വരവിന് മുന്നോടിയായിട്ട് നടക്കുന്ന അതിപ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരെയും നമ്പർ കൊണ്ട് അറിയപ്പെട്ട നമ്പറിൽ കാര്യങ്ങൾ ബന്ധിപ്പിച്ചതിന് ശേഷം അവസാനം വരുന്ന ഭരണാധികാരി പറയാൻ പോവുകയാണ്, ഇതിൻ്റെ കൂട്ടത്തില് 666 എന്ന് പറയുന്ന നമ്പറുകൾ എന്ത് ചെയ്യണം, ചേർക്കണം എല്ലാം. അപ്പോൾ ഇപ്പൊ തന്നെ നമ്മളിതെല്ലാം കേട്ടു, നമ്മുടെ കയ്യിലൊക്കെ ചെറിയ ചിപ്പ് ഘടിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ പണം ഇനി കൊണ്ട് നടക്കേണ്ട, കാർഡ് മതി. ഇനി കുറച്ച് കഴിയുമ്പോൾ കാർഡ് ആളുകൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു, കാർഡ് കളഞ്ഞു പോകുന്നു, കാർഡ് കൊണ്ടുപോകാൻ മറന്നു പോകുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ ചിപ്പ് അതിനു വേണ്ടിയുള്ളത് ഘടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ആ വിരല് തൊട്ടാൽ മതി, നമ്മുടെ നെറ്റ് കാണിച്ചാൽ മതി, ആളൊന്നും മാറത്തില്ല, കാര്യങ്ങളെല്ലാം വളരെ ക്ലിയറായിട്ട് നടക്കും. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം, അപ്പോൾ അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള 666 എന്നുള്ള മുദ്ര. ഈ ഭരണാധികാരി ഏറ്റവും ഒടുവിൽ വരാൻ പോകുന്ന എതിർക്രിസ്തു എന്ന് പറയുന്ന ഭരണാധികാരി, അവൻ ഈ നമ്പറാണ് അവന് ഏറ്റവും പ്രധാനപ്പെട്ടത്. 666 അത് എല്ലാവരുടെ മേലും വയ്ക്കും. ആ നമ്പറുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഈ ആധാറിൻ്റെ നമ്പർ വന്നപ്പോൾ ആധാറിനെ എതിർത്ത പാർട്ടികളാണ് BJP. അവരാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. പക്ഷേ അവരധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ കുറച്ചും കൂടെ ശക്തമായിട്ട് ആധാർ നടപ്പിലാക്കുകയായിരുന്നു, നിർബന്ധമാക്കുകയായിരുന്നു. പാർലമെന്റിൽ അതനുസരിച്ച് നിയമം കൊണ്ടുവരികയായിരുന്നു.
സുപ്രീം കോടതി എതിർത്തിട്ട് പോലും അവരത് കൊണ്ടുവന്നു. അവിടെ പറഞ്ഞ് ഞങ്ങൾ നിർബന്ധമാക്കിയില്ല. പക്ഷെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളിലും ആധാർ നമ്പർ നിർബന്ധമായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ആളുകളെല്ലാം നമ്പറിൽ അറിയപ്പെടുക, അവസാന നമ്പരുമായിട്ട് ബന്ധിപ്പിക്കുക. അങ്ങനെ ഈ നമ്പർ പോയി 666 ചെന്നെത്തുക. അപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമ്മുടെ കർത്താവിൻ്റെ വരവ് വളരെ അടുത്തുപോയി. സ്തോത്രം. അപ്പോൾ ഇങ്ങനെയുള്ളതായ നമ്പറുകളിൽ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കൾക്കുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് ദൈവമക്കൾക്ക് ഈ 66 നമ്പർ ഏൽക്കേണ്ടി വരത്തില്ല. കാരണം അതിനു മുൻപേ നമ്മുടെ അരുമനാഥൻ വന്ന് തൻ്റെ ജനത്തെ കൊണ്ടുപോകും. സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെയാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് നമുക്ക് മാനസാന്തരപ്പെടാൻ വയ്യ, സ്നാനപ്പെടാൻ വയ്യ, കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാൻ വയ്യ, ശരിയായ വിധത്തിൽ ദൈവത്തെ സേവിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് നമ്മൾ പോയാൽ ഏത് സമയത്തും നമുക്ക് കർത്താവ് വന്ന് തൻ്റെ ജനത്തെ കൊണ്ടുപോകും. ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യുമെന്ന് അറിയാമോ? തള്ളപ്പെടുവാനായിട്ടിടയായിത്തീരും. അപ്പോൾ അതുകൊണ്ട് ഒരുങ്ങുവാനുള്ളതായിട്ടുള്ള സമയമാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മളിങ്ങനെ യോഗം നടത്തി 7 ദിവസം മീറ്റിംഗ് നടത്തി കിട്ടാവുന്നിടത്തോളം നല്ല ദൈവദാസന്മാരെ ദൈവം നമ്മുടെ മധ്യേ അയച്ച്. സ്തോത്രം. ആവശ്യമായ ദൂതുകളും സന്ദേശങ്ങളെല്ലാം നമ്മൾ കേട്ടു. സ്തോത്രം. അപ്പോൾ ഇന്ന് ചില ആളുകളൊക്കെ സ്നാനപ്പെടണമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ തക്ക സമയമായപ്പോഴേക്ക് അവർക്കിന്ന് സ്നാനപ്പെടാൻ താല്പര്യമില്ലാതെ അവർ പുറകോട്ട് പോയി. അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ വീട്ടിലൊക്കെ പറഞ്ഞു, ആരെയും നമ്മൾ നിർബന്ധിക്കല്ലേ. നമ്മൾ സ്നാനപ്പെടണം എന്ന് പറഞ്ഞ് ആരെങ്കിലും നിർബന്ധിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? ഇവിടെ നിങ്ങൾ ആരെങ്കിലും സ്നാനപ്പെട്ടാൽ എനിക്കെന്തോ നേട്ടമുണ്ടെന്ന്. സത്യത്തിൽ ഒറ്റ പൈസയുടെ നേട്ടമില്ല. സ്തോത്രം. ഒരു വിധത്തിലുമുള്ള നേട്ടം എനിക്കോ നമുക്ക് ഇവിടെ ആർക്കുമില്ല. അല്ലെ? ആർക്കുമുണ്ടോ? ആർക്കുമില്ല. സ്തോത്രം. അപ്പൊ എന്തിനാണ് ഈ സ്നാനപ്പെടുന്നത്? സ്നാനപ്പെടുന്ന ആളിനാണ് നേട്ടം. അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുകയും അവര് സ്വർഗരാജ്യത്തിന് അവകാശമായി തീരുകയും ചെയ്യുകയാണ്. അല്ലാതെ സ്നാനപ്പെടുത്തുന്നവർക്ക് ഞാൻ ആളുകളെ സ്നാനപ്പെടുത്തിയാൽ ഞാനല്ല, എന്നെ പോലെയുള്ള ഒരാള് ആരെ സ്നാനപ്പെടുത്തിയാൽ അവർക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. അവർക്ക് കുറച്ച് നേരം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാമെന്നുള്ളതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പം സ്നാനപ്പെടുന്നവർക്കാണ് അതിൻ്റെ പ്രയോജനം, സ്വർഗരാജ്യത്തിൽ പോകാൻ. അപ്പം നമ്മൾ നിർബന്ധിക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? സ്നാനപ്പെടുത്തുന്നവർക്ക് എന്തോ നേട്ടമുണ്ട്. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ നേട്ടം കാണും. പണ്ടൊക്കെ ഫോട്ടോ എടുത്ത് വിദേശങ്ങളിൽ അയച്ച് പണങ്ങൾ സമ്പാദിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ നടത്തുന്ന ഒരു സാധനത്തിലും അങ്ങനെ ഫോട്ടോയും എടുക്കാറില്ല, അങ്ങനെ ഒരിടം അയക്കാറിൻ്റെ കാര്യമേ നമുക്കില്ല. കാരണം നമ്മളൊക്കെ വാസ്തവത്തില് നമ്മളൊക്കെ സ്നാനപ്പെടുത്തിയിട്ടുള്ളത് ഇന്നാളൊരു ചെറിയ കണക്ക് നോക്കിയപ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നും. 3000-ലധികം പേരെ സ്നാനപ്പെടുത്താൻ ദൈവം സഹായിച്ചു. ഇങ്ങനെ എല്ലാ മാസവും നമ്മളിങ്ങനെ നമ്മുടെ സംഘടനയിലും പുറത്തുള്ള ആളുകളൊക്കെ നമ്മളെ വിളിച്ച് സ്നാനപ്പെടുത്തി സ്നാന ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഈ ഇവിടെ നമ്മൾ ടാങ്ക് നിർമ്മിച്ചത് മുതൽ എല്ലാ മാസവും ഇങ്ങനെ പല സഭകളിൽ നിന്ന് ആളുകൾ ഇവിടെ വന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാമോ? സ്നാനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പരിചയമില്ല, ഈ പരിചയമില്ലാത്തവർ പോലും പിടിച്ച് ചോദിക്കും. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം നമുക്ക് ഇത്തിരി മെനക്കേടുണ്ട്, വെള്ളം നനയ്ക്കണം, കഴുകണം, വൃത്തിയാക്കണം, ഇത്തിരി മെനക്കേടുണ്ട്. പക്ഷെ എങ്കിലും സന്തോഷത്തോടെ നമ്മൾ സമ്മതിക്കുകയാണ്. കാര്യം എന്താണെന്ന് അറിയാമോ? എല്ലാ മാസവും നമ്മൾ സ്നാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് അനേകം സ്വർഗരാജ്യത്തിന് അവകാശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവസരം കിട്ടിയിട്ട് എല്ലാം ഒത്തു വന്നിട്ട് സ്നാനപ്പെടാതിരിക്കുന്നവരോട് ദൈവം ചോദിക്കും. സ്തോത്രം. അതുകൊണ്ട് ആരെയും നമ്മൾ നിർബന്ധിക്കണം. മനസ്സോളോ സ്വർഗത്തിൽ പോകണമെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? സ്നാനപ്പെട്ടാൽ മതി. സ്തോത്രം. സ്വർഗത്തിൽ പോകാൻ താല്പര്യമില്ല, ഇവിടെ ലോകപ്രകാരം ജീവിക്കണമെന്നുള്ള സ്നാനപ്പെടണ്ട. പോയി അവസാനം എവിടെയെങ്കിലും പൊക്കോ, ഒരു കുഴപ്പമില്ല. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കൾ ഇതിന് വളരെ പ്രാധാന്യത കൊടുത്ത് ഈ ദിവസങ്ങളിൽ ദൈവകൃപയിൽ നമ്മൾ മുൻപോട്ട് വരണം. നമ്മളിങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇങ്ങനെ പല സ്ഥലത്തും ട്രാക്ട് വിതരണങ്ങളും ട്രാക്റ്റുകൾ കൊടുക്കുക, പരിശോധന നടത്തുക, ക്രൂസുകൾ നടത്തുക, ഓൺലൈൻ കൺവെൻഷൻ നടത്തുക. ഇങ്ങനെ ജയിലുകളിലും ഓൺലൈൻ മുകളിലും പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങി ഇത് സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ചില ആളുകളൊക്കെ നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് എപ്പോഴാണ് ഇങ്ങനെ ഇത്ര അത്യാവശ്യം? ചില ആളുകളോടൊക്കെ നമ്മൾ സുവിശേഷം പറയുമ്പോൾ ചില ചോദിക്കും, എന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നാൽ ഇത്ര അത്യാവശ്യം എങ്ങനെയാണെന്ന് പറയാൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിർബന്ധം നമ്മുടെ മേൽ എന്ത് ചെയ്യുകയാണ്? കിടക്കുകയാണ്. അതുകൊണ്ട് വിളിച്ചു പറയാം. കാരണം ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ഒരു രാത്രി വരാൻ പോകുകയാണ്. മാത്രമല്ല, ചൂളം പോലെ കത്തുന്ന ഒരു ദിവസം വന്ന് സകല അഹങ്കാരികളും, രക്ഷിക്കപ്പെടാത്തവരും, ദൈവത്തെ അംഗീകരിക്കാത്തവരും ഒക്കെ നേരും ഗോപും ശേഷിക്കാതെ താടിയാകുന്ന സുദിനങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓടി നടന്നിങ്ങനെ വിളിച്ചു പറയുകയാണ്. സ്തോത്രം. വേണമെങ്കിൽ ഈ രക്ഷിക്കപ്പെട്ടോ, സ്നാനപ്പെട്ടോ, ദൈവത്തിലോട്ട് വാ, ഇതിന് വേറെ ഒരു നഷ്ടവുമില്ല, പണച്ചെലവില്ല, കയറി വാ, ഇതാ രക്ഷയുടെ വാതിൽ എത്തിയിരിക്കുകയാണ്, തുറന്നു കിടക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് നമ്മളൊക്കെ ഓടി അടുത്തേക്ക് പറയുമ്പോൾ ആളുകളൊക്കെ തെറ്റിദ്ധരിക്കുകയാണ്, നമുക്ക് അത്യാവശ്യത്തിലാണ് എന്നുള്ള. അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ച ദൈവം ചെയ്യുകയാണ്. നമ്മളോട് ദൈവം ചോദിക്കൂല ഇങ്ങനെ എന്തുകൊണ്ടാണ് സ്നാനപ്പെടാൻ ഒരാൾ വന്നിട്ട് നിങ്ങൾ സ്നാനം കൊടുക്കാത്ത എന്താണ്, സ്നാനത്തുള്ള തീയതി നിശ്ചയിക്കാത്ത എന്താണ്, യോഗം വയ്ക്കാത്ത എന്താണ്, നിങ്ങൾ സഭയിൽ കസ്ത്രവേഷം നടത്താത്ത എന്താണ്, ദൈവം ചോദിക്കൂല. കാരണം നമ്മളെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തിനുള്ളിൽ നിൽക്കുക. കർത്താവിന്റെ വരവിക്കൽ നമ്മുടെ സഭയിലുള്ള എല്ലാവരും സ്വർഗരാജ്യത്ത് കാണണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് വളരെ ശക്തിയോടെ നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് കർത്തൃവേഷത്തിനുള്ള അവസരം കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് സ്നാനപ്പെട്ട ചില ആളുകൾ സ്ഥിരമായിട്ട് കർത്തൃവേഷം എടുക്കാതെ എഴുന്നേറ്റ് പോകുന്ന ആളുകളുണ്ട്. മുൻകൂറായിട്ട് ഞാൻ പറയട്ടെ, ഇത് നിങ്ങൾക്കുള്ള സമയമാണ്. ഈ വർഷത്തിന്റെ ഒടുവിലത്തെ മാസത്തിൽ നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. സ്തോത്രം. ഇന്ന് സ്നാനപ്പെട്ടവര് അവരെ തന്നെ ഒന്നുകൂടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യാനുള്ള, ആ കർത്തൃവേഷം എടുക്കുകയും ചെയ്യാനുള്ള ഒരു വിലയേറിയ അവസരം കണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വേറെ ഒന്നും പേടിക്കണ്ട, ഭാരപ്പെടേണ്ട. സ്തോത്രം. നമ്മൾ കർത്തൃവേഷം എടുത്ത് ജീവിത വിശുദ്ധി പാലിച്ച് ജീവിക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്തോത്രം. നമ്മുടെ സഭയിലെല്ലാം അങ്ങനെയുള്ളവരാണ്. നമ്മുടെ സഭയിൽ കുഴപ്പക്കാരായിട്ട് ആരുമില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയുള്ള ആരുമില്ല. അതുകൊണ്ട് നമ്മുടെ സഭയുടെ എല്ലാവർക്കും പ്രാഗൽഭ്യമുണ്ട് കർത്തൃവേഷങ്ങൾ. പിന്നെ ചിലരുടെയൊക്കെ സംസാരങ്ങൾ വളരെ മോശമാണ്. സ്തോത്രം. പറയാതിരിക്കാൻ തരമില്ല. നിങ്ങൾ ആളൊന്നും ചോദിക്കല്ലേ. ചില വിശ്വാസികളെ സഭയിൽ വരുന്നവര് നമ്മുടെ കൂടെ വരികയും ആരാധിക്കുകയും നമ്മുടെ ആരാധനയിലെല്ലാം പങ്കെടുത്തിട്ട് പുറത്തിറങ്ങി നമ്മളെ ഓരോരുത്തരെയും കുറിച്ച്, ഇവിടെ വരുന്ന വിശ്വാസികളെ കുറിച്ച് എന്തെല്ലാം അപവാദങ്ങൾ മറ്റുള്ളവരോട് പറയാമോ അതെല്ലാം ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ദൈവമക്കളെ, ഞാൻ ഇന്ന് വളരെ ഹൃദയവേദനയോടെ പറയട്ടെ, ആ സ്വഭാവം പൂർണ്ണമായിട്ട് കളഞ്ഞ് മാനസാന്തരപ്പെടണം. മനസ്സിലാക്കണം, നമ്മൾ പറയുന്ന ഏത് നിസ്സാര വാക്കിലും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എനിക്കറിയാം, ചില ദൈവദാസന്മാരെ അപമാനിക്കുകയും കൂടെ നിൽക്കുകയും ദൈവദാസന്മാരെ കുറിച്ച് അപവാദങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ പറയാൻ കൊള്ളാത്ത വാചകങ്ങൾ. മനസ്സിലാക്കണം. മറ്റുള്ളവരെ വെളിയില് മറ്റു വിശ്വാസികൾക്ക് പറഞ്ഞ് അപമാനിച്ച് അതിൽ സന്തോഷിക്കുന്ന ചില ആളുകളുണ്ട്. ഞാൻ ഇന്ന് ദൈവസ്നേഹത്തിൽ പറയട്ടെ, നിങ്ങളുടെ മേല് ദൈവത്തിന്റെ ന്യായവിധി വീഴും, ദൈവം കീറിക്കുകയും. അതുകൊണ്ട് ഇന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞോ, സംസാരമൊക്കെ ക്രമീകരിച്ചോ, വാദമൊക്കെ കുറച്ചോ, ദൈവത്തിലേക്ക് തിരിഞ്ഞോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മള് ഈ അവസരം നമ്മൾ ദൈവത്തെ ഭയപ്പെട്ട് നമുക്കൊരിട്ട് അങ്ങോട്ടിങ്ങോട്ട് ആരും കുറ്റം പറയണ്ട. ഓരോരുത്തർക്കും അവരവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരൊരു ദൈവവുമായിട്ട് തീർത്തുകൊള്ളും. മറ്റത് ഇറങ്ങി എല്ലാം കൂടെ വലിയ സഹകരിക്കുക ഇതിട്ട് എന്തെല്ലാം അപവാദങ്ങൾ പറയാൻ പറ്റുമോ അതെല്ലാം പറഞ്ഞ് മറ്റുള്ളവരെ നാക്കെടുത്തിക്കൊണ്ടിരിക്കുക. അവരുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? ഈ സഭയിൽ പുതിയതായിട്ട് ആളുകൾ വരരുത്, ഈ സഭ വളരരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവങ്ങളെ, ഞാൻ പറയട്ടെ, ഇത് ദൈവമാണല്ലോ നട്ടത്, ദൈവമാണല്ലോ വളർത്തുന്നത്, ഇത് ദൈവം വളർത്തും. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ഭാഗമൊക്കെ കുറച്ച് മര്യാദയ്ക്ക് ജീവിച്ചാൽ ഏറ്റവും നല്ലതാണ്. എങ്കിൽ സ്വർഗത്തിൽ പോകാൻ ദൈവം വിടത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ.
അതുകൊണ്ട് എല്ലാവരും ആ കാര്യങ്ങൾ ആരാരാണെന്ന് ചോദിക്കല്ല. ആർക്കെങ്കിലും അറിയണമെങ്കിൽ പിന്നെ 5 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ ഞാൻ ആളൊക്കെ പറഞ്ഞു തരാം. അതിനൊന്നും എനിക്ക് പ്രയാസമില്ല. അതുകൊണ്ട് മാനസാന്തരപ്പെടുക, ദൈവത്തിലേക്ക് വരിക. ഇതൊരു സുവർണ അവസരമാണ്. ഈ വർഷത്തിന്റെ ഒടുവിലത്തെ നാളുകളിലേക്ക് വന്നിരിക്കുമ്പോൾ ദൈവത്തിലേക്ക് തിരിയാൻ ഉള്ള വലിയ അവസരമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഓരോരുത്തർ പറയണം ആദ്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാൻ ഒരു മടിയുമില്ല. കാരണം നമുക്ക് വളരെ പ്രാഗൽഭ്യത ദൈവസന്നിധിയിൽ ഉള്ളത് കൊണ്ട് പറയുന്നതിന് ഒരു മടിയുമില്ല. സ്തോത്രം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് അല്പസമയം ദൈവവചനത്തിലേക്ക് വരാം. ഇന്ന് കർത്തൃമേശയാണെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ വന്നാൽ ഒരു ചിന്ത നിങ്ങളോട് പങ്കുവച്ചിട്ട് നമുക്ക് ശുശ്രൂഷയിലേക്ക് കിടക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിലെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കൈകളെ ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന് സ്തോത്രം. നാം വായിച്ചതായ ദൈവവചനത്തില് അപ്പോസ്തലനായ പൗലോസ് കൊലോസിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി എഴുതപ്പെടുന്ന അതിമനോഹരമായ ഒരു ലേഖനമാണ് ഈ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. പ്രത്യേകിച്ച് പൗലോസ് അപ്പോസ്തലൻ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്തല്ല കൊലോസ്യർക്ക് എഴുതിയ ലേഖനം എഴുതിയത്. ദൈവത്തിന് സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ, സുവിശേഷ നിമിത്തം കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ അവിടെ കിടന്നുകൊണ്ട് ദൈവാത്മാ നിറവോടുകൂടി എഴുതപ്പെട്ട മനോഹരമായ ലേഖനമാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. ദൈവത്തിന് സ്തോത്രം. ഈ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് 3-ാം അധ്യായത്തിൽ വായിച്ചതാണ്. വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ദൈവത്തിന്റെ ദാസൻ നമ്മെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണെന്നറിയാമോ? ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 2 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്ന് ഉയരത്തിലുള്ള, 2 ഉയരത്തിലുള്ളതാണ്. ഒന്ന് അതിനെക്കുറിച്ച് അന്വേഷിക്കുക. 2ാമത് അതിനെക്കുറിച്ച് എന്ത് ചെയ്യാന്നറിയാമോ? ചിന്തിക്കുക. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത്? നമുക്ക് ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ തന്നെ അറിയാം. ഇവിടെ ആ 2ാമത്തെ വാക്യത്തിൽ നമ്മൾ 2ാമത്തെ വാക്യത്തിൽ വായിച്ചത് എടുത്തു പറയുകയാണ്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുകയും. നമ്മളെല്ലാവരും സാധാരണ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് കൊണ്ട് ഈ ഭൂമിയിലെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ എങ്ങനെ ജീവിക്കും, എന്ത് കഴിക്കും, എങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കും എന്ന് പലപ്പോഴും നമ്മൾ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നടക്കാറുള്ളത്, ആലോചിക്കാറുള്ളത്. പ്രത്യേകിച്ച് ഈ മനുഷ്യര് 2 തരത്തിൽ നമുക്കിപ്പോ തിരിക്കാം. ഒന്ന് രക്ഷിക്കപ്പെട്ടതായ ആളുകളും മറ്റൊന്ന് രക്ഷിക്കപ്പെടാത്ത ആളുകൾ. അപ്പോൾ ഇത് നമ്മൾ 2 വിധത്തിൽ നമ്മൾ തിരിക്കുമ്പോൾ ഈ രക്ഷിക്കപ്പെടാത്ത ആളുകള്, ആത്മീയരല്ലാത്ത ആളുകള് ഈ ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കും, ഇവിടുത്തെ ലോകപരമായിട്ടുള്ള കാര്യങ്ങള്. ഇനി രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന ആളുകളും പലരും അങ്ങനെയാണ്. ഈ ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇവിടെ കുറച്ച് വസ്തുവൊക്കെ വാങ്ങണം, ഇവിടെ കുറച്ച് ബാങ്ക് ബാലൻസ് ഒക്കെ വർദ്ധിപ്പിക്കണം, ഇവിടെ എന്തെങ്കിലുമൊക്കെ കുറെ കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യണം എന്ന് പറഞ്ഞ് ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നടക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ അവരോട് ദൈവവചനം പറയുകയാണ്, നിങ്ങൾ ഈ ഭൂമിയിലുള്ളതല്ല, പിന്നെ നിങ്ങൾ എവിടെയുള്ളതാണ് അന്വേഷിക്കേണ്ടത്? നിങ്ങൾ ഉയരത്തിലുള്ളതാണ് അന്വേഷിക്കേണ്ടത്, ഉയരത്തിലുള്ളതാണ് ചിന്തിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് നമ്മൾ ഉയരത്തെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ എന്നും ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ളവരല്ല. നാം എല്ലാവരും ഒരു ദിവസം ഈ ഭൂമി വിട്ട് നമ്മൾ പോകേണ്ടതായിട്ട് വരും. ഈ ഭൂമി വിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് സ്വർഗത്തിലാണ് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എവിടത്തെ കുറിച്ചാണ് ചിന്തിക്കേണ്ടതെന്ന് അറിയാമോ? ഉയരത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മൾ പരദേശികളായിട്ടാണ് പാർക്കുന്നത്. നമ്മുടെ സ്വദേശം ഇവിടെയല്ല. നമ്മുടെ സ്വദേശം എന്ന് പറയുന്നത്
സ്വർഗരാജ്യമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മുടെ പരദേശികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, താൽക്കാലികമായിട്ട് ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. നമ്മൾ ഒരു ദിവസം നമ്മൾ എങ്ങോട്ട് പോകുമെന്നറിയാമോ? നമ്മുടെ സ്വദേശത്തേക്ക് പോകും. അത് നമ്മുടെ ഹൃദയത്തിൽ വലിയ ആഗ്രഹമായിരിക്കും, അല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ ആളുകളൊക്കെ ജോലിക്കുള്ള ബന്ധത്തില് മറ്റ് സ്ഥലങ്ങളിലോ മറ്റ് സ്റ്റേറ്റുകളിലോ മറ്റ് രാജ്യങ്ങളിലോ ഒക്കെ ജോലി ചെയ്യുന്നു എന്ന് ചിന്തിക്കുക. ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവധിയൊക്കെ വരുമ്പോൾ, അവരുടെ ജോലിയെല്ലാം തീർന്നു വരുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? എനിക്ക് എന്റെ നാട്ടിൽ ചെല്ലണം, എന്റെ സ്ഥലത്ത് പോയി എന്റെ പ്രിയപ്പെട്ടവരെ കാണണം, അവിടെ ഒരു വീട് വെക്കണം, അവിടെ ചെല്ലണം എന്നുള്ളതായ വാഞ്ച ഓരോരുത്തർക്കും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഉള്ളതുപോലെ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കള് ഈ ഭൂമിയിൽ ഇങ്ങനെ താൽക്കാലികമായിട്ടിരിക്കുക, പരദേശികളായിട്ട്. അപ്പോ നമുക്കെവിടെ ആഗ്രഹം? ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്താണെന്നറിയാമോ? എനിക്കൊരു സ്വദേശമുണ്ട്, എന്റെ രാജ്യം വേറെയാണ്, എനിക്ക് അവിടെ പോകണം. ഇവിടെ നമ്മൾ ഇങ്ങനെ താൽക്കാലികമായിട്ടിരിക്കുകയാണ്. എപ്പോഴും ആ ചിന്ത വന്നുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ ഭൂമിയില് ദൈവം നമ്മെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞത് എങ്ങനെയാണ്? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഉപ്പിന്റെ ഉപയോഗം നമുക്കറിയാം. മറ്റ് ഭക്ഷണ സാധനങ്ങൾക്ക് രുചി കൊടുക്കുന്നതിന് വേണ്ടി, മറ്റുള്ളത് കേടുപാടുകളില്ലാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഉപ്പ് ഉപയോഗപ്പെടുകയാണ്. ഇതുപോലെ ദൈവമക്കളാകുന്ന നമ്മെ ഈ ഭൂമിയുടെ ഉപ്പായിട്ട് സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? മറ്റുള്ളവർക്ക് രുചി കൊടുക്കുവാൻ, മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുവാൻ, മറ്റുള്ളവരെ രക്ഷയിലേക്ക് നയിക്കുവാൻ, കൊണ്ടുവരുവാൻ എന്താണ് നമ്മെ ഇവിടെ ഉപ്പായിട്ട് വെച്ചിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തില് അനേക അനർത്ഥങ്ങൾ വരാമായിരുന്നു. വരാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇവിടെ ദൈവമക്കളുള്ളത് കൊണ്ടാണ്. അവരുടെ ഉപവാസവും അവരുടെ പ്രാർത്ഥനയും അങ്ങനെയുള്ള കുറെ ദൈവമക്കൾ ഉള്ളത് കൊണ്ടാണ് ദൈവത്തിന്റെ ഒരു വലിയ സൂക്ഷിപ്പ് നമ്മുടെ ഭൂമിയിലുള്ളത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മളെ ഇവിടെ ഉപ്പാക്കി ഭൂമിയിൽ വെച്ചിരിക്കുകയാണ്. മാത്രമല്ല, വായിക്കോട് പറയുകയാണ്, നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായിട്ടും കൂടെ ഇരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു അംബാസഡർ. അപ്പോൾ ഒരു സ്ഥാനാപതിയായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനൊരു അംബാസഡറാണ്, സ്ഥാനാപതിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള നിഗളിച്ച് നടക്കാനല്ല. ഒരു രാജ്യത്തിന്റെ സ്ഥാനാപതി മറ്റൊരു രാജ്യത്ത് ആയിരിക്കുമ്പോൾ ആ സ്ഥാനാപതിയുടെ ഉദ്ദേശം എന്താണ്, ജോലി എന്ന് ചോദിച്ചാൽ, ഞാൻ ഏത് രാജ്യത്തിന്റെ സ്ഥാനാപതിയാണോ ആ രാജ്യത്തെ കുറിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അറിയാമോ? പറഞ്ഞുകൊണ്ടിരിക്കണം. ആ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളണം. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയില് അമേരിക്കയുടെ അംബാസഡർ നമ്മുടെ ഇന്ത്യയിലെ ഡൽഹിയിലുണ്ട്. അതുപോലെ നമ്മുടെ അമേരിക്കയിലെ ഇന്ത്യയുടെ അംബാസഡർ അമേരിക്കയിലുണ്ട്. അപ്പോൾ ഈ അംബാസഡർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? അദ്ദേഹം ഏത് രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നുവോ ആ രാജ്യത്തെ കുറിച്ച് എന്ത് ചെയ്യണം? പറഞ്ഞുകൊണ്ടിരിക്കണം. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ കാര്യം, ആ ഒരു അംബാസഡറുടെ ചുമതല, ഇവിടെ നിന്ന് ആരെങ്കിലും ആ രാജ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവർക്ക് അതിന് വേണ്ടതായിട്ടുള്ള വിസയും അതിന് വേണ്ടതായ സൗകര്യങ്ങളും എന്ത് ചെയ്തു കൊടുക്കണം. മാത്രമല്ല, ആ അംബാസഡർ സംസാരിക്കുന്ന സംസാരം ആരുടെ ശബ്ദമാണ്? ഇപ്പോൾ ഒരു അമേരിക്കൻ അംബാസഡർ ഇന്ത്യയിലുണ്ട്, അദ്ദേഹം ഒരു സായിപ്പാണ്. പക്ഷെ അദ്ദേഹം സംസാരിക്കുന്ന ശബ്ദം അദ്ദേഹം ഒരു സായിപ്പിന്റെ ശബ്ദമായിട്ടല്ല, സാധാരണ മനുഷ്യന്റെ ശബ്ദമായിട്ടല്ല, പിന്നെയോ അമേരിക്കയുടെ ശബ്ദമായിട്ടാണ് മുഴങ്ങുന്നത്. നമ്മെ ഓരോരുത്തരെയും ദൈവം സ്ഥാനാപതികളാക്കി ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്നത്. നമ്മൾ ഒരു ദിവസം നമ്മുടെ രാജ്യത്തിലേക്ക് പോകും. അതുവരെ നമ്മുടെ രാജ്യത്തിലേക്ക് നമ്മൾ ഇവിടെ നിലകൊള്ളുകയാണ്. നമ്മുടെ രാജ്യത്തിലേക്ക്, സ്വന്തം രാജ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ അങ്ങോട്ട് വഴിതിരിച്ചു വിടുക, അവിടെ വഴികാട്ടി കൊടുക്കുക. മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ കുറിച്ച് നമ്മൾ ഉയർത്തി പറയുക, നമ്മുടെ രാജ്യത്തിന്റെ മാന്യത കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു അംബാസഡറുടെ ചുമതലയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ത്യയിലൊക്കെ ധാരാളം തട്ടുകടകളുണ്ട്. നമ്മളൊക്കെ തട്ടുകടയിൽ ചായ കുടിക്കുന്നവരാണ് പുരുഷന്മാരും കൂടുതലും. എല്ലാവരും അല്ല, ചില ആളുകൾ ഈ നാട്ടിൽ നിന്ന് കുടിക്കൂല, ദൂരെയൊക്കെ പോയി കുടിക്കും. അപ്പോ അമേരിക്കൻ അംബാസഡർ ഈ
നമ്മുടെ ഏതെങ്കിലും ഒരു തട്ടുകടയിൽ വന്നൊരു ചായ കുടിച്ചാൽ അത് പിറ്റത്ത് വലിയ വാർത്തയാണ്. മാത്രമല്ല, അമേരിക്കൻ അംബാസഡർ ഇവിടെ ഒരു തട്ടുകടയിൽ ചായ കുടിച്ചാൽ അത് അമേരിക്കക്ക് എന്താണെന്ന് അറിയാമോ? ക്ഷീണമാണ്. അത് പാടില്ല. അപ്പൊ അംബാസഡർക്ക് യാത്ര ചെയ്യാനുള്ള വാഹനങ്ങളുണ്ട്, അംബാസഡർക്ക് ഭക്ഷണം കഴിക്കാൻ താമസിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അതെല്ലാം തന്റെ രാജ്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഈ പരദേശികളായിട്ട് ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ ദൈവം നമ്മെ സ്ഥാനാപതികളായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ സ്ഥാനാപതികളായിട്ട് ഇരിക്കുമ്പോൾ മനസ്സിലാക്കണം, നമ്മൾ സ്കൂളിൽ പഠിച്ചാലും കോളേജിൽ പഠിച്ചാലും ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്താലും എവിടെ പ്രവർത്തിച്ചാലും മനസ്സിലാക്കണം, ഞാനൊരു സ്ഥാനാപതിയാണ്. ഞാനൊരു കള്ളം പറഞ്ഞാൽ, ഞാനൊരു പാപം ചെയ്താൽ, ഞാനൊരു തെറ്റ് പറഞ്ഞാൽ, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ഞാൻ പറഞ്ഞാൽ എനിക്ക് എന്റെ ക്ഷീണം ആർക്കാണ് ക്ഷീണമെന്നറിയാമോ? എന്റെ രാജ്യത്തിനാണ് ക്ഷീണം. പ്രിയ ദൈവമക്കളെ, അനേക ആളുകളൊക്കെ മോശമായിട്ടുള്ള ജീവിതങ്ങൾ നയിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരെയൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഒരു പെന്തിക്കോസ്തുകാരനായ ഒരാള് മോശമായിട്ട് ജീവിതം നയിച്ച ആളുകളെല്ലാം പറയും, കണ്ടില്ലേ അവർക്ക് കാര്യം എന്താണെന്ന് അറിയാമോ? നമുക്കത് പാടില്ല. നമ്മൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായിട്ട് പരദേശികളായിട്ട് ഈ ഭൂമിയിൽ വെച്ചിരിക്കുകയാണ്. ഭൂമിയില് ഉപ്പായി നിൽക്കുവാൻ, വെളിച്ചമായി നിൽക്കുവാൻ ഈ ഭൂമിയിൽ നമ്മളെ വെച്ചിരിക്കുകയാണ്. അപ്പോ ഈ ഭൂമിയിൽ നമ്മൾ കുറച്ചു കാലത്തേക്കേ ഉള്ളൂ. അപ്പോ ഭൂമിയിൽ നമ്മൾ കുറച്ചു കാലത്തേക്കേ ഉള്ളൂ എങ്കിൽ നമ്മൾ കൂടുതലും ഈ ഭൂമിയെ കുറിച്ച് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഭൂമിയെ കുറിച്ച് ഇത്രേ ഉള്ളൂ. കർത്താവ് പറഞ്ഞത് ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കാൻ. രണ്ട് കാര്യങ്ങളാണ് യേശു പറഞ്ഞത്. വാസ്തവത്തിൽ യേശു വീട് വയ്ക്കുന്ന കാര്യം പോലെ യേശു പറഞ്ഞില്ല. യേശു പറഞ്ഞത് ഉണ്ണാനും ഉടുക്കാൻ രണ്ടുമാണ്. യേശു ഇതാണ് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ വേണ്ടത്. സ്തോത്രം. പിന്നെ കിടക്കാൻ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ കിടക്കാം, കർത്താവ് വിളിക്കുന്നവരെ എവിടെയെങ്കിലും കിടക്കാം. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ് അബ്ബാസ് കല്ലോടെ പോയി കിടക്കല്ലേ. അപ്പോൾ മനസ്സിലാക്കണം, അപ്പൊ കർത്താവ് പറഞ്ഞ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോ ദൈവം നമുക്ക് ഉണ്ണാനും ഉടുക്കാനും ഒക്കെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ഭൂമിയെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത്. ദൈവം ഉണ്ണാനും ഉടുക്കാനും തന്നതിനെ നമ്മൾ നിലനിർത്തണം. അത് കളയല്ലേ. നിലനിർത്തിക്കൊണ്ട് നമ്മള് പിന്നെ നമ്മുടെ ചിന്ത മുഴുവനും എങ്ങോട്ടാണെന്നറിയാമോ? ഉയരത്തിലേക്കാണ് നമ്മൾ ചിന്തിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഉയരത്തെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? നമ്മൾ ഒരു ദിവസം ഉയരത്തിലേക്ക് എന്ത് ചെയ്യും? പോകും. അവിടെയാണ് നമ്മുടെ നിത്യത, അവിടെയാണ് ഇത് നമ്മൾ വാഴാൻ പോകുന്നത്. അതുകൊണ്ട് അവിടുത്തെ ജീവിതത്തിന് ഒരു കോട്ടവും സംഭവിക്കാതിരിക്കാൻ ഈ ഭൂമിയിൽ അത്രമാത്രം സൂക്ഷിച്ച് ശ്രദ്ധിച്ചാണ് നമ്മുടെ ജീവിതയാത്ര കഴിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ ഭൂമിയിലുള്ളതല്ല, ഇവിടെ ഉള്ളത് ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. സ്തോത്രം. ഈ ലോകവും അതിന്റെ മോഹവും എന്ത് ചെയ്യും? ഒഴിഞ്ഞു പോകും. ദൈവം ചെയ്യുന്നവർ എന്ത് ചെയ്യത്തുള്ളൂ? നിലനിൽക്കുകയുള്ളൂ. ഈ ലോക സ്നേഹം ദൈവത്തോട് എന്താണ്? ശത്രുത്വമാണ്. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ളത് കണ്ടിട്ട് ഇവിടത്തെ പോലെ നമ്മൾ ആടാനും പാടാനും നിൽക്കണ്ടേ. സ്തോത്രം. അവിടെ ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ്, അങ്ങനെ ഇങ്ങനെയാണ്. ഈ ഭൂമിയിലുള്ള കാര്യമല്ല, ഈ ലോകത്തിലെ കാര്യമല്ല, അതിനല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരിക്കലും ഒരാളിനോട് ഞാൻ സുവിശേഷം പറഞ്ഞു, മര്യാദയ്ക്ക് ജീവിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് പറയാൻ ആ പ്രാഗൽഭ്യമുള്ള ഒരാൾ തന്നെയാണ്. അയാൾ എന്റെ പറഞ്ഞു, സാറേ അങ്ങനെയാണെങ്കിൽ അമേരിക്കയിൽ അങ്ങനെയാണ്, ഇംഗ്ലണ്ടിൽ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, അമേരിക്കയിൽ അങ്ങനെയായിരിക്കാം, ഇംഗ്ലണ്ടിൽ അങ്ങനെയായിരിക്കാം, ഇന്ത്യയിൽ അങ്ങനെയായിരിക്കാം. പക്ഷേ നമുക്ക് ഒരു പ്രമാണം തന്നിട്ടുണ്ട്, ദൈവത്തിന്റെ വചനം. ഈ പ്രമാണമാണ് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ട് ദൈവമൈതരെ, ഈ ഭൂമിയിൽ അയാൾ അങ്ങനെയാണ്, ഈ സഭക്കാർ അങ്ങനെയാണ്, ആ വ്യക്തി അങ്ങനെയാണ്, അതുകൊണ്ട് എനിക്കും അങ്ങനെ ജീവിക്കണം എന്ന് വിചാരിക്കരുത്. അങ്ങനെ ജീവിക്കുന്നവർ ജീവിക്കട്ടെ. അതിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം പറയുന്നത് അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, പക്ഷേ വിശുദ്ധൻ എന്ത് ചെയ്യണമെന്നറിയാമോ? വീണ്ടും വീണ്ടും വിശുദ്ധീകരിക്കണം. നീതിമാൻ തങ്ങളെ തന്നെ നീതീകരിക്കണം. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള മറ്റു മനുഷ്യരെ നോക്കിയിട്ട് രക്ഷിക്കപ്പെടാതെ നടക്കുന്നവൻ, സ്നാനപ്പെടാത്തവൻ, ദൈവമായി വിട്ടു നടക്കുന്നവൻ, ആരാധിക്കാത്തവൻ, അവനെ നോക്കിയിട്ട് അയാൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ പൊക്കൂടെ എന്ന് വിചാരിക്കല്ലേ. അവരങ്ങനെ പൊക്കോട്ടെ, പക്ഷേ പിന്നെ
അപ്പൊ ഈ ഭൂമിയിലുള്ള ആരെങ്കിലും എന്തെങ്കിലും കാര്യം ഇങ്ങോട്ട് വന്ന് പറയുമ്പോ നീ അങ്ങനെയൊക്കെ പോകണം, ഇങ്ങനെ പോകണം, ഇതൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോ നമ്മൾ ബൈബിള് തുറന്ന് നോക്കണം. നമുക്കതിനകത്ത് പ്രമാണം ഉണ്ടോ എന്നുള്ളത് നോക്കണം. സ്വന്തം നമുക്കതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ഭരണഘടന ഇതാണ്, നമ്മുടെ ബൈബിൾ ഇതാണ്, ദൈവസഭയ്ക്ക് പുതിയ നിയമമാണ് ബൈബിളായിട്ട് ദൈവം നൽകിയിരിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയിട്ട് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ എന്ത് ചെയ്യാൻ പറ്റൂല. അല്ലാതെ പോണൊക്കെ പോട്ടെ. സ്വന്തം നമ്മൾ അതിനകത്ത് പാറപ്പെട്ടിട്ട് അവൻ അങ്ങനെ പോകണം ഇങ്ങനെ പോകണം. പറ്റുമെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി ഇരുന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? പ്രാർത്ഥിക്കണം. സ്തോത്രം. ഞാന് ചില സമയത്തൊക്കെ അറിയപ്പെടുന്ന ചില ദൈവദാസന്മാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. ഒരു ആത്മപ്രേരണ തോന്നും. ഡോക്ടർ KP യോഹന്നാന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തോന്നും. ചിലപ്പോൾ അജിത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഇവരെയൊക്കെ എനിക്ക് നല്ല ഞങ്ങൾ അടുത്ത് പരിചയമുള്ളവരും ഒരുമിച്ച് പണ്ട് സഹകരിച്ചിട്ടുള്ളവരുമാണ്. പക്ഷെ ഇന്ന് പോയിരിക്കുന്ന വഴി കാണുമ്പോൾ ഇങ്ങനെ പോയാൽ എവിടെ എത്തത്തില്ല? സ്വർഗരാജ്യത്ത് എത്തത്തില്ല. ദൈവമൈതലേ, നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലുമൊക്കെ തോന്നിയാൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ അവരുടെ വഴിയെ നിങ്ങൾ എന്ത് ചെയ്യല്? പോകല്. നമുക്കുള്ള വഴി എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. നമ്മുടെ വഴി, നമ്മുടെ പ്രമാണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഇതനുസരിച്ചാണ് പോകേണ്ടത്. സ്വതം അമ്മേ, ഈ ഭൂമിയിലുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട. നമുക്ക് ഇനി ഉയരത്തിലേക്കാണ് ചിന്തിക്കാൻ പോകുന്നത്. എവിടെയാണ്? ഉയരങ്ങളിലേക്കാണ് ചിന്തിക്കാൻ പോകുന്നത്. എന്താണ് ഉയരങ്ങളിലുള്ളത്? നമുക്കിനി ആ കൊലോസ്യർ 3:1 ഒന്നുകൂടെ നമുക്കൊന്ന് വായിക്കാം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ, ഹല്ലേലൂയ, നമ്മൾ ഓരോരുത്തരും സ്നാനത്തോടുകൂടി നമ്മുടെ പഴയ മനുഷ്യനെ കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് സ്നാനത്തോടുകൂടി ക്രിസ്തുവിൽ നാം ഇപ്പോൾ എന്തിരിക്കുകയാണ്? ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. അടുത്ത ഈ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയാണ്. അടുത്ത സ്തോത്രം. ഉയരത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു വ്യക്തിയെ കാണാൻ കഴിയും. ആ വ്യക്തി ഇതാ പിതാവായ ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുകയാണ്. ആ വ്യക്തി ആരാണെന്ന് അറിയാമോ? നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. വീണ്ടും വരാമെന്ന് പറഞ്ഞവൻ ഇതാ പിതാവായ ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ആത്മീയ കണ്ണുകൾ പ്രകാശിക്കണമെങ്കിൽ, ദൈവദർശനം നമ്മൾ കാണുമെങ്കിൽ നമുക്ക് കാണാൻ ഒരു വ്യക്തിയുണ്ട്. അത് യേശു ക്രിസ്തുവാണ്. യേശുവാണ് ആ ഉയരങ്ങളിൽ ഇരിക്കുന്നത്. ഓ ഹല്ലേലൂയ. ഉയരങ്ങളിലേക്കൊന്ന് നോക്കിയേ. ഇതിന്റെ ഉയരങ്ങളിലേക്കല്ല. സ്തോത്രം. വീട്ടിൽ ചെന്നിട്ട് കുറച്ച് സമയമൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിച്ച് നമ്മുടെ ജീവിതം മുഴുവൻ ഉയരങ്ങളിലേക്ക് നോക്കാൻ കഴിയണം. റോട്ടെ നടക്കപ്പെടുവതിലോട്ട് നോക്കി നടക്കല്ലേ, ജോലിയാവും. സ്തോത്രം. അല്ലാതെ ആത്മാവിൽ ധ്യാനിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ ജീവിതയാത്ര ഇവിടെ 5 സെന്റ് വസ്തു വാങ്ങാമെന്ന് ഉള്ള ചിന്തയല്ല. ഇവിടെ 10 ആത്മാക്കളെ എങ്ങനെ നേടാമെന്നാണ് ഇവിടെ ചിന്തിക്കുന്നത്. സ്തോത്രം. ചില ദൈവദാസന്മാരൊക്കെ ഗൾഫിലൊക്കെ പോയിട്ട് വരുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, വാസ്തേ ഞാൻ ദുബായിൽ പോയി, കുവൈറ്റിൽ പോയി, അബുദാബിയിൽ പോയി. ഇനി എനിക്ക് ഒരു ആഗ്രഹം, എവിടെയെന്നറിയാമോ? സൗദി അതിൻ്റെ പേര്. പാസ്റ്റർ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ? നമുക്കൊരു ചാൻസ് കിട്ടാൻ. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് വേറൊരു രാജ്യത്തെ കുറിച്ചാണ്, ഈ ലോകത്തെ കുറിച്ചാണ് പറയാനുള്ള ചിന്തിക്കുന്നത്. പക്ഷേ ഒരു ദൈവവൈദ്യന്റെ മനസ്സിൽ വരേണ്ട ചിന്ത എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ ചുറ്റുപാട് രക്ഷിക്കപ്പെടാത്ത ഒരു വീട് കാണുമ്പോൾ, അക്രൈസ്തവരെ വീട് കാണുമ്പോൾ നമുക്ക് തോന്നാം അവരെ ക്രിസ്തുവിന് വേണ്ടി നമുക്ക് നേടണം. നമ്മുടെ അടുത്തൊരു ഗ്രൗണ്ട് കാണുമ്പോൾ തോന്നണം നമുക്കൊരു സുവിശേഷം ചെയ്യണം, നടത്തണം. 10 ആളുകളെ കാണുമ്പോൾ തോന്നണം നമുക്കൊരു ട്രാക്ട് കൊടുക്കണമെന്ന്. ഇതാണ് ഉയരത്തെ കുറിച്ചുള്ള ചിന്ത. മനസ്സിലായോ? അല്ലാത്ത ചിന്ത എന്തെന്നറിയാമോ? അവിടെ നമ്മൾ ബാങ്ക് ബാലൻസ് നോക്കിയിട്ട് 900 രൂപ ഇതെങ്ങനെ 1000 ആക്കാൻ പറ്റും, എങ്ങനെ ഇത് 1 ലക്ഷം ആക്കാൻ പറ്റും. സ്തോത്രം. ഇപ്പൊ ആക്കിയതെല്ലാം വെറും പേപ്പറായിട്ട് വെച്ചോണ്ടിരിക്കുകയായിട്ടില്ലേ? സ്തോത്രം.
കള്ളന്മാര് കുറച്ചുപേരെ പുറത്ത് വന്നുള്ളൂ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, പുഴു ഇവിടെ നശിച്ചു പോകുന്ന സമ്പാദ്യമല്ല. നാം ഉയരത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ചിന്ത സ്വർഗത്തെ കുറിച്ചാണ്. നമ്മളൊക്കെ അതാ ചിന്തിക്കുന്നത്. നമുക്ക് എങ്ങനെ സഭ വർദ്ധിപ്പിക്കാൻ പറ്റും, ആത്മാക്കളെ കൂട്ടാൻ പറ്റും. അവിടെ പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഒന്നുമില്ല. എല്ലാവരും ആത്മാവ് സർവ്വലോകത്തെക്കാളും വിലയേറിയതാണ്. സ്തോത്രം. അതുകൊണ്ട് ഓടി നടന്ന ഈ ദർശനം പ്രാപിച്ചാൽ ഓടി നടന്ന് പ്രവർത്തിക്കുകയാണ്. എല്ലാവരും ആ ദർശനം പ്രാപിച്ചിട്ട് നമ്മൾ ഉയരത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. കാരണം എനിക്ക് സ്വർഗത്തിൽ പോകുമ്പോൾ എന്റെ കൂടെ കുറച്ച് ആത്മാക്കളെ കൂടെ എനിക്ക് എത്തിക്കണം, കൊണ്ടുപോകണം. എനിക്ക് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മളിങ്ങനെ ഉയരത്തെ കുറിച്ച് നോക്കിയാൽ പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്നത് ആരെയാണ് നമ്മൾ കാണുന്നത്? യേശുവിനെയാണ് കാണുന്നത്. ഇതുകൊണ്ടാണ് ദൈവം അങ്ങനെ പറയുന്നത്, നിങ്ങൾ ഇതിനെ കുറിച്ചൊന്ന് ചിന്തിക്കും. കാരണം ഈ യേശു എന്നും അവിടെ ഇരിക്കുകയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയതിനു ശേഷം അത് റെഡിയാകുമ്പോൾ പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന യേശു എഴുന്നേറ്റ് നമ്മെ ചേർക്കുവാനായിട്ട് അവൻ മധ്യാകാശത്തിലേക്ക് വരും. അപ്പോ നമ്മൾ യേശുവിനെയാണ് നോക്കുന്നത്. നമ്മളിവിടെ ചെയ്യുന്നതെല്ലാം യേശുവിന് പ്രസാദമാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. കർത്താവേ, ഞാൻ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ, ഭക്ഷണപാനീയങ്ങളെല്ലാം യേശുവിന് ഇഷ്ടമാണോ? സ്തോത്രം. ഞാൻ ഉടുക്കുന്ന വസ്ത്രം, എന്റെ വസ്ത്രധാരണങ്ങളെല്ലാം യേശുവിന് ഇഷ്ടമാണോ? ഇങ്ങനെ നമ്മുടെ ഓരോ രീതികളും യേശുവിന് ഇഷ്ടമാണോ? യേശുവിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കി ആ ജീവിതയാത്രയാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. സ്തോത്രം. ഇനി ഉയരത്തിൽ എന്താണ്? കൊലോസ്യർ 3:20 കൂടെ ഒന്ന് വായിക്കാം നമുക്ക്. ഫിലിപ്പിയർ 3:20. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്ന സ്തോത്രം. ദൈവമക്കളെ, നമുക്കൊരു പൗരത്വമുണ്ട്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഈ ഭൂമിയിലെ പൗരത്വമല്ല. ഇവിടെ നാം ജനിച്ചതുകൊണ്ട് ഇവിടെ ഒരു പൗരത്വമുണ്ട്. ഈ പൗരത്വം നമ്മുടെ മരണത്തോടുകൂടി അവസാനിക്കും. ഈ പൗരത്വം നമ്മൾ ഉപേക്ഷിക്കും. ഈ പൗരത്വം നമ്മൾ കളഞ്ഞിട്ട് എന്നേക്ക് നിലനിൽക്കുന്ന ആ സ്വർഗീയ പൗരത്വത്തെ പ്രാപിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകും. സ്തോത്രം. അപ്പൊ നമ്മുടെ പൗരത്വം സ്വർഗത്തിലായതുകൊണ്ട് ഇവിടെ പരദേശികളായി പാർക്കുന്നത് കൊണ്ട് നമ്മുടെ രാജ്യത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ പേരെന്താണ്? സ്വർഗീയ രാജ്യം. എബ്രായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇളകാത്ത രാജ്യം നാം പ്രാപിക്കാനിരിക്കുന്നത് കൊണ്ട് ഭയത്തോടെ സേവ ചെയ്യുക. ഈ കാണുന്ന ലോകരാഷ്ട്രമെല്ലാം ഇളകിപ്പോകുന്നതാണ്. ഇത് നിലനിൽക്കാത്തതാണ്, സ്ഥിരതയില്ലാത്തതാണ്. എന്നാൽ യേശു കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന രാജ്യം, ആ സ്വർഗീയ രാജ്യം എന്നേക്ക് നിലനിൽക്കുന്നതാണ്. നമുക്ക് അവിടെയാണ് പൗരത്വം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ രാജ്യത്തിലേക്ക് പോകുന്നത് കൊണ്ട് ഉയരങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പതിക്കേണ്ടത്. ഇവിടെ പറയുകയാണ്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലായതുകൊണ്ട് അവിടത്തെ യേശു ക്രിസ്തു ആരായിട്ട് വരാൻ പോവുകയാണ്? രക്ഷിതാവായിട്ട് വരാൻ പോവുക. രക്ഷിതാവായിട്ട് വരാൻ പോവുക എന്ന് പറഞ്ഞാൽ ഇനി യേശു വരുന്നത് പാപികളെ രക്ഷിക്കാനല്ല വരുന്നത്, തന്റെ വിശുദ്ധന്മാരെ ചേർക്കാനാണ് വരുന്നത്. സ്തോത്രം. പാപികളായ മനുഷ്യർക്ക് വേണ്ടി ഒരിക്കൽ വന്നു. യേശു കർത്താവ് ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി വരുന്നത് തന്റെ ജനത്തെ ചേർക്കാൻ, യേശു വിശ്വസിക്കുന്നവരെ ചേർക്കാൻ, യേശുവിനെ അംഗീകരിക്കുന്നവരെ ചേർക്കാൻ, സ്നാനത്തോടുകൂടി യേശു ക്രിസ്തുവിനോട് ചേർന്നവരെ ചേർക്കാൻ യേശു കർത്താവ് വരികയാണ്. സ്തോത്രം. അതിനുവേണ്ടിയുള്ള പൗരത്വമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇനി ആ പൗരത്വം ഇല്ലെങ്കിൽ ആ രാജ്യത്തിലോട്ട് എത്തിക്കാൻ പറ്റൂല, പോകാൻ പറ്റത്തില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. നമ്മുടെ ആളുകൾ ചിലരൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരെല്ലാം തിരികെ പോകും.
അവരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഏത് വിസയിലാണ് പോയെന്ന് പറയാമെന്ന് പറഞ്ഞു. ഞങ്ങളെ വിസിറ്റിംഗ് വിസയിലാണ് പോയത്, ഇതിനെ കാണാൻ പോയതാണ്. സ്തോത്രം. പക്ഷെ അവിടെ സ്ഥിരം താമസിക്കണമെങ്കിൽ അവിടുത്തെ സിറ്റിസൺ ആകണം, പൗരത്വം എടുത്തെങ്കിലേ പറ്റൂ. പിന്നെ ദൈവം ഭയങ്കര ഈ സ്വർഗത്തില് സന്ദർശന വിസ ഇല്ല. അതറിയാമോ? ചില ആളുകളൊക്കെ ഇങ്ങനെ സ്വർഗത്തിൽ പോയിട്ടൊക്കെ പറയുന്നുണ്ട്, സ്വർഗത്തിൽ പോയിട്ടുണ്ട്, നരകത്തിൽ പോയിട്ട് വന്നവരൊക്കെ ഉണ്ട്, അതിന്റെ പുസ്തകങ്ങൾ വരെയുണ്ട്. പക്ഷെ ദൈവത്തിന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ആരെയും സ്വർഗത്തിൽ നരകത്തിൽ കൊണ്ടുപോയി നേരത്തെ ഇതെല്ലാം കാണിച്ചു കൊടുത്ത് കൊണ്ടുപോകണ പരിപാടിയൊന്നുമില്ല. ഈ വചനം കേട്ട് വിശ്വസിക്കുന്നവർ മാത്രം ഇങ്ങോട്ട് എത്തിയിടാൻ മതി, വന്നാൽ മതി. പക്ഷെ ഈ സ്വർഗത്തിലെത്തിയ നിനക്കൊരിക്കലും തിരികെ പോകാൻ ഒത്തിരിയില്ല, പറ്റത്തില്ല. സ്തോത്രം. ഈ പൗരത്വത്തിന്റെ പ്രത്യേകതയാണ്. സ്തോത്രം. ഇവിടെ വിസിറ്റിംഗ് വിസയൊന്നുമില്ല. ടൂർ പോകുമ്പോൾ ഇടയ്ക്ക് സ്വർഗത്തിലൊക്കെ പോയി കണ്ടിട്ടൊക്കെ വരാനുള്ള സ്ഥലമല്ല ഇത്, അങ്ങനത്തെ സ്ഥലമല്ല. സ്തോത്രം. ഇത് കർത്താവിനോടുകൂടി നിത്യത മുഴുവൻ ചെലവഴിക്കുന്ന ഒരു സ്ഥലമാണ്. സ്തോത്രം. ദൈവമക്കളെ ഇവിടെ പറയുകയാണ്, യേശു കർത്താവ് എന്ന് വരാൻ പോവുകയാണ്. സ്തോത്രം. നമുക്ക് ഫിലിപ്പിയർ 3:19 കൂടെ ഒന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇനി ഭൂമിയിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. അപ്പൊ സ്വർഗത്തിലുള്ള ചിന്ത വേറെയാണ്, ഭൂമിയിലുള്ള കാര്യം എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് വായിക്കാം, നിർത്തി. ഈ ഭൂമിയിലുള്ളത് ചിന്തിച്ച് നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ അവസാനം എന്താണെന്ന് അറിയാമോ? നാശം. അവർ നശിച്ചു പോകും, ഇല്ലാതെയായി പോകും. അടുത്ത അവരുടെ ദൈവം എന്ന് പറയുന്നത് ആരാണെന്ന് അറിയാമോ? ദൈവം. വയറെന്ന് പറയുന്ന ദൈവത്തെ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണാൻ സാധ്യത. വേറെ പല ദൈവങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ തിന്നുന്ന കാര്യം മാത്രമേ ഉള്ളൂ. എപ്പോഴും എവിടെ പോയാലും എന്തോ നടക്കണമെന്ന് അറിയാമോ? വയർ നടക്കണം. സ്തോത്രം. ഉയരത്തെ കുറിച്ച് ഒരു ചിന്തയില്ല, ദൈവത്തെ കുറിച്ച് ഒരു ചിന്തയില്ല. അവർക്ക് ആരാധന വേണ്ട, പ്രാർത്ഥന വേണ്ട, ഒന്നും വേണ്ട. എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അറിയാമോ? വാക്കി രുചിയായിട്ട് ഇഷ്ടം പോലെ എന്ത് ചെയ്യണം? തിന്നണം. അതേ ഉള്ളൂ. അതിനു വേണ്ടി അവർ ഒത്തും ചെയ്യും. അതാണ് പറയുന്നത്, അവരുടെ ദൈവം എന്ന് പറയുന്നത് ആരാണെന്ന് അറിയാമോ? വയറാണ്. സ്തോത്രം. അവർക്ക് പിന്നെ എത്ര തിന്നാലും ഒരു കുഴപ്പവുമില്ല, നല്ല ദഹനവുമായിരിക്കും, ഇഷ്ടംപോലെ തിന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്കറിയാം. ആരാധന പ്രാർത്ഥന ഒന്നും വേണ്ട, ഒരു കാര്യത്തിൽ വരില്ല. ശാപ്പാടിന്റെ സമയമാകുമ്പോൾ അവരവിടെ കാണും. സ്തോത്രം. ഇത് വായിച്ച് അവിടെ ദൈവം വയറാണ്. അടുത്ത് പറയുന്നത് അറിയാമോ? ലജ്ജയായ സംഗതികളുണ്ടല്ലോ, അവർക്ക് ഭയങ്കര ഇഷ്ടം. കൊള്ളാതെ ലജ്ജയുള്ള എന്താണെന്ന് അറിയാമോ? പറയത്തക്ക രീതിയിൽ ഒരു കാര്യം പറയാം. ചില ആളുകൾ, ചില സ്ത്രീകളൊക്കെ വസ്ത്രം ഉടുത്തോണ്ട് പോണത് കാണും. എന്തോ ഒരു രസമായിരിക്കുന്നു. ഇത്രയും തുണിക്കടകൾ ഉണ്ടായിട്ടും അവരുടെ ശരീരം പറയണ തുണി അവർക്ക് വാങ്ങാൻ കിട്ടുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ച് വെച്ചൊക്കെ പോകും. ഞാൻ പണ്ടൊരു ഹോസ്റ്റലിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് ബൈബിൾ ക്ലാസ് എടുക്കാൻ പോകുമായിരുന്നു. ലേഡീസ് ഹോസ്റ്റലാണ് സ്കൂളിൽ. അപ്പൊ അവിടെ ചില പിള്ളേരെ വന്ന് പ്രാർത്ഥനയ്ക്കിരിക്കുന്ന വലിയ ബുദ്ധിമുട്ടിയാണ് ഇരിക്കുന്നത്. കാരണം മുട്ടുകൊണ്ട്, കാരണം അത്രയ്ക്കേ ഉള്ളൂ പാവാടയുടെ നീളം, മനസ്സിലാക്കാൻ വേണ്ടി പറയുക. സ്തോത്രം. വലിയ ബുദ്ധിമുട്ടിയാണ് ഇരിക്കുന്നത്. ഒരു ദിവസം അവിടെ വാദൻ കൊച്ചമ്മ, ആ കൊച്ചിന്റെ അമ്മ വന്നപ്പോ ആ കൊച്ചിന്റെ അമ്മയോട് പറഞ്ഞു, നിങ്ങൾക്ക് മോശമാണ്, കുറച്ചുകൂടെ നല്ല വസ്ത്രം ധരിക്കണം, ഇതാക്കണം. അപ്പൊ ഈ സ്വന്തം അമ്മ ചോദിക്കുക, അതിനെന്താ കുഴപ്പം? എനിക്ക് ഇതുവരെ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ലല്ലോ എന്ന്. സ്തോത്രം. പക്ഷെ അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചിട്ടോണ്ടിരിക്കുക. സ്തോത്ര വസ്ത്രം അവിടെ ഇവിടെയൊക്കെ. പ്രിയ ദൈവമക്കളെ, ഇത് വിശ്വാസി സമൂഹങ്ങൾ പോലും പലയിടത്ത് യോഗ്യതയല്ലാത്ത വസ്ത്രം ധരിക്കുക. ഈ ബൈബിളിൽ ഈ വചനം പറഞ്ഞെന്ന് അറിയാമോ? നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ലജ്ജ, നാണക്കേട്, കൈ ഉറക്കമില്ല, ഒന്നും ഞാൻ പറയണില്ല. ഇനി പറയുന്ന ഒരു പരിമിതികളുണ്ട്. എന്തൊരു വൃത്തികേട് കാണുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരും, വിഷമം തോന്നും. മറ്റുള്ളവരുടെ ജനവികാരങ്ങളെ ഇളക്കി വിടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളാണ്. നമുക്ക് നാണക്കേട്, ലജ്ജ തോന്നും. പക്ഷെ അവർക്ക് എത്രയാണെന്ന് അറിയാമോ? അവർക്ക് എന്താണ്? ആ വചനം വായിച്ചെങ്ങനെയാണ്? ലജ്ജയാൽ അവർക്ക് എന്ത് തോന്നുന്നു അറിയാമോ? മാനം. എന്തൊരു ഭയങ്കര മാനമായിട്ടാണ് നടക്കുന്നത്. ചില സമയത്ത് പത്രത്തിൽ കണ്ടില്ലേ, മിസ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോകസുന്ദരിമാരെ കാണിക്കുമല്ലോ. എന്തൊരു സൗന്ദര്യമുണ്ട്, ക്ലാപ്പ് പെണ്ണുങ്ങളെ. സ്തോത്രം. വളരെ മോശമായിട്ട് അതിന് ലോകത്തിന് മുഴുവനും അതെന്തോന്നറിയാമോ? മാന്യത. ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ്, കീഴിൽ കാണിക്കുകയാണ്. ദൈവങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം,
ദൈവമക്കൾ യോഗ്യമായ വസ്ത്രം ധരിക്കണം. സ്തോത്രം. യോഗ്യമായ മാന്യമായ വസ്ത്രം ധരിക്കണം. അത് ദൈവത്തിനുള്ളതാണ്. ലജ്ജയായ കാര്യങ്ങളില് രക്ഷിക്കപ്പെടാത്തവർക്ക് മാന്യത തോന്നുമ്പോൾ രക്ഷിക്കപ്പെട്ട നമുക്കത് നാണക്കേടാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് ഇവിടെ ദൈവവചനം നമ്മളെ വ്യക്തമായി. ഇന്ന് ഇതുപോലെ ലജ്ജയായത് അനേകർക്ക് മാനം തോന്നുകയാണ്. സ്തോത്രം. മദ്യപിച്ച് റോട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു ഭയങ്കര മാന്യതയാണ്. സ്തോത്രം. എന്ത് രസമാണ് പറയുന്നതെന്നറിയാമോ? ഇതുപോലെ ലോകത്തുള്ള എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഇന്ന് ദൈവവചനത്തിൽ വായിച്ചത് അവരുടെ അവസാനം എന്താണെന്ന് അറിയാമോ? അവരുടെ അവസാന നാശം. അടുത്ത വായിച്ച് അവരുടെ ദൈവം വയറ് ലജ്ജയായത് അവർക്ക് മാന്യത തോന്നുന്നു. അവർ എവിടെയുള്ളതാണ് ചിന്തിക്കുന്നത്? അവർ ഭൂമിയിലുള്ളതൊക്കെയാണ് ചിന്തിക്കുന്നത്. സ്തോത്രം. ഈ ലോകത്തിലെ കാര്യങ്ങളാണ്. സ്തോത്രം. ഞങ്ങൾ ചില സമയത്ത് ഒരു ഉദാഹരണം പറയും. ഈ ആനയെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകുമ്പോൾ അറിയാമല്ലോ, പട്ടമൊക്കെ കെട്ടി വലിയ മനോഹരമായിട്ട് ആന എഴുന്നള്ളിച്ചു കൊണ്ടുപോവുക. പണ്ട് രാജാക്കന്മാരുടെ കാലത്തൊക്കെ ആന എഴുന്നള്ളിക്കുന്നത് വലിയ ഇതാണല്ലോ, ഉത്സവങ്ങള്. ആന ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. പക്ഷെ ആനയെ കൊണ്ടുപോകുമ്പോഴും ആനയുടെ തുമ്പിക്കൈ എവിടെയെന്നറിയാമോ പരവുന്നത്? വല്ല കാളമുണ്ട എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ റോഡിലോട്ട് കാളമുണ്ട. ആനയ്ക്ക് ആവശ്യം ഇതിന്റെ പുറത്ത് രാജാവ് ഇരിക്കുന്നോ, തന്ത്രി ഇരിക്കുന്നോ, പട്ടമിട്ടിരിക്കുന്നോ, സ്വർണ്ണം പൊതിഞ്ഞിരിക്കുന്നോ? ആനയ്ക്ക് വിഷയം. ആനയ്ക്ക് എപ്പോഴും അവന്റെ കോട്ട എവിടെയെന്നറിയാമോ? അവന്റെ കോട്ട എവിടെയെങ്കിലും ഈ കാളമുണ്ടായി അത് ആനയ്ക്കതാണ്. അതുണ്ടോ എന്നാണ് അത് നോക്കുന്നത്. പ്രിയ ദൈവമക്കൾ, ഇന്ന് അനേകം ആളുകൾ ലോകത്തെ അന്വേഷിക്കുന്നത് ഇങ്ങനെയാണ്. സുവിശേഷം ദൈവവചനം ആത്മശക്തി പ്രാപിച്ചാലും ചില ആളുകൾ വീണ്ടും പരവുന്നത് ദ്രവ്യാഗ്രഹത്തിന്റെ പിന്നാലെ, ലോകത്തിന്റെ പിന്നാലെ. ഇവിടെ എന്ത് കിട്ടും? ഈ നശിച്ചു പോകുന്ന ഇവിടെ എന്ത് കിട്ടും എന്ന് പറഞ്ഞ് ഇന്ന് പരയിക്കൊണ്ട് നടക്കുകയാണ്. വലിയവനായ ദൈവം എന്റെ കൂടെയുണ്ട്, ക്രിസ്തു എന്റെ കൂടെയുണ്ട് എന്നുള്ള സന്ദേശം അനേകരും അറിഞ്ഞിട്ട് ഈ ലോകത്തിലേക്കാണ് പരവുന്നത്. ഇവിടെ വല്ല കാളമുണ്ടോ? ഇവിടെ വല്ല പച്ചാപിച്ച സംവരണമുണ്ടോ? ഇവിടെ കുറച്ച് സ്ഥാനമാനം വല്ലതും കിട്ടാനുണ്ടോ? ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളുണ്ടോ? ഇതാണ് ഇവിടെ കിടന്ന് പരവണത്. അത് എവിടെയാണ് അന്വേഷിക്കുന്നത്? അനേകം ലോകത്തെയാണ് അന്വേഷിക്കുന്നത്. ഈ ഭൂമിയിലുള്ളതാണ് അന്വേഷിക്കുന്നത്. എന്റെ കേൾക്കുന്ന ദൈവമക്കളെ ഞാൻ പറയട്ടെ, നമുക്ക് ഈ ഭൂമിയിലുള്ളത് അന്വേഷിക്കേണ്ട. അത് മതിയാക്ക്. ഈ ഭൂമിയിൽ ദൈവം നമുക്ക് ആയുസ് തന്നു. നമ്മൾ എത്ര വയസ്സ് വരെ ജീവിക്കുമെന്ന് സ്വർഗത്തിലെ ദൈവത്തിനറിയാം. അത്രയും വയസ്സ് വരെ നമ്മുടെ ജീവന് ഭക്തിക്ക് വേണ്ടതല്ല സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ, ആ ദൈവത്തെ നോക്കി, നീ ഉയരങ്ങളിലേക്ക് നോക്കി ദൈവം പ്രസാദിപ്പിച്ചു നടന്നാൽ നിനക്ക് വേണ്ടതെല്ലാം തരാൻ ഈ സ്വർഗത്തിലെ ദൈവം മതിയായവനാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? കരങ്ങളോട് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തെ നോക്കല്ലേ. സ്തോത്രം. ഇവിടെ പറയുകയാണ് അത് നാശമാണ്, അത് ഭൂമിയിലുള്ളതല്ല ചിന്തിക്കേണ്ടത്. ഇത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സ്വർഗത്തെ കുറിച്ചാണ്. സ്തോത്രം. ഇത് നമുക്ക് ഉയരത്തിലുള്ളത് തന്നെ. നമുക്ക് രണ്ടാമത്തെ വാക്യങ്ങൾ വായിക്കാൻ. കൊലോസ്യർ 3:2. ഉയരത്തിലുള്ളത് ചിന്തിക്കുക. ആദ്യം നമ്മൾ വായിച്ച ഒന്നാമത്തെ വാക്യത്തിൽ ഉയരത്തിലുള്ളത് അന്വേഷിക്കുകയും ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിക്കും. നമ്മൾ അന്വേഷിക്കുകയാണ് ഉയരങ്ങളെ കുറിച്ച്. ഹല്ലേലൂയ. നമ്മൾക്ക് അന്വേഷിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അറിയാമോ? അന്വേഷിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെയോ വചനം. ഓ സ്തോത്രം. എത്രയോ പേര് സത്യം അന്വേഷിച്ചു, അവരെല്ലാം സത്യം കണ്ടെത്തിയത് യേശു ക്രിസ്തുവിലാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊന്ന് അന്വേഷിക്കാനുള്ള മനസ്സ്. ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ അത് അപ്പടി വിശ്വസിക്കാതെ അത് ബൈബിൾ തുറന്നൊന്ന് അന്വേഷിക്കണം. ബൈബിളിന്റെ അകത്തുണ്ടോ, ഇത് ശരിയാണോ എന്നുള്ളതൊന്ന് അന്വേഷിക്കണം. ലോകത്തിലെ ആളുകൾ ഞാൻ പറഞ്ഞതുപോലെ ലജ്ജിക്കുന്ന രീതിയിൽ ഇവിടെ ഈ ലോകത്തിലെ സമ്പാദ്യങ്ങൾ വർദ്ധിച്ച് അതിന്റെ പുറകെ ഓടുമ്പോൾ ദൈവമക്കൾ നോക്കണം, നമുക്കതല്ല. സ്തോത്രം. അവരിതെല്ലാം ഇവിടെ ഇട്ടേച്ചു പോകും. ഹല്ലേലൂയ. ഇതൊന്നും നിലനിൽക്കില്ല. നമുക്ക് നിലനിൽക്കുന്ന ഒരു ഉത്തമ സമ്പത്ത് സ്വർഗത്തിൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇവിടെ നമുക്ക് പലതും ഇല്ലായിരിക്കാം, പല കുറവുകൾ കാണാം. പക്ഷേ നമ്മൾ ആത്മാവിൽ സന്തോഷമുള്ളവരാണ്.
നമ്മൾ നോക്കാനുള്ളത് നമ്മുടെ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു, നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും ധ്യാനിച്ച് ഇതൊന്നും നോക്കിയിട്ട് എന്തൊരു സന്തോഷമാണ് സ്തോത്രം. ഇവിടെ നമുക്കൊന്നും കിട്ടിയില്ലെങ്കിലും, എല്ലാം പ്രതികൂലമായി വന്നാലും, ഈ ഭൂമിയിൽ ആരും നമ്മളെ മാനിച്ചില്ലെങ്കിലും നമ്മളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം അതിനെ പറയുന്നത്, ഉയരത്തിലേക്ക് അന്വേഷിക്കുക. സ്തോത്രം. എല്ലാവരും അങ്ങനെ അന്വേഷിക്കുക, ഉയരത്തെ കുറിച്ച് ചിന്തിക്കണം. ഉയരത്തെ കുറിച്ച് അവിടെ എന്തൊക്കെയുണ്ട്, അവിടെ എങ്ങനെയൊക്കെയാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ചിന്തിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, മനോഹരമായ ഭവന കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കും. നമ്മുടെ പേര് സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതി സൂക്ഷിക്കും. നമ്മൾ ഒരു ദിവസം അവിടെ പോകും, കർത്താവിനോടൊപ്പം വസിക്കും. അതെന്തൊരു വലിയ മനോഹരമാണ്. അത് ഓർക്കുമ്പോൾ ഈ ഭൂമിയിൽ എന്ത് വേണമെങ്കിലും ത്യജിക്കാൻ കഴിയും. ഇനി ഈ ഉയരത്തെ കുറിച്ച് ചിന്തിച്ച ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഈ വിമാനങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നവർ വന്ന് പറഞ്ഞിട്ടുണ്ട്, വിമാനം ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ ഇവിടെ ഉള്ള വലിയ കെട്ടിടങ്ങളൊക്കെ കാണാം. പക്ഷെ എങ്ങനെ കാണാമെന്നറിയാമോ? വളരെ ചെറുതായിട്ട് കാണാം. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പം വഴിയാ പറഞ്ഞുതരാം. ക്രിസ്മസ് ഒക്കെ വരെയില്ലേ, പൊന്മുടിയിലോട്ടൊന്ന് പോകണം. പൊന്മുടിയിലെ വണ്ടി ഇങ്ങനെ കയറി 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 മുകളിലോട്ട് ചെല്ലുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ വലിയ വണ്ടികളൊക്കെ വരുന്നത് തീപ്പെട്ടി കൂട് വരും പോലെ തോന്നും. കണ്ടിട്ടില്ലേ? ഞാൻ ഹൈറേഞ്ചിലൊക്കെ അങ്ങനെ ധാരാളം കണ്ടിട്ടുണ്ട്. സ്തോത്രം. വലിയ വലിയ കണ്ടെയ്നറൊക്കെ നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ? കൊച്ചു തീപ്പെട്ടി കൂട് പോലെ. സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ ഉയരത്തെ കുറിച്ച് ചിന്തിച്ച് ഉയരങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ, ആ ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാം നമുക്ക് എന്തോന്നായിട്ട് തോന്നും? ചെറുതായിട്ട് തോന്നും. ഇപ്പൊ ഉയരത്തിലേക്ക് കയറിയില്ലെങ്കിൽ ഈ ഭൂമിയാണ് നമുക്ക് എന്തെന്നറിയാമോ? ഏറ്റവും വലുത്. ഇതിനെ കെട്ടിപ്പിടിച്ചു വെച്ചോണ്ടിരിക്കുക പല ആളുകളും. ഇതാണ് ഏറ്റവും വലുതെന്ന് ഏറ്റുകൊണ്ടിരിക്കുക. CSI പള്ളിക്കാർക്ക് 1% സംവരണമുണ്ട്, SIUC-കാർക്ക് അത് പിടിച്ചോണ്ടിരിക്കുക. ഇതാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ചില ആളുകൾക്ക് ലോകത്തിലുള്ള നിസ്സാരം മനസ്സിലാക്കണം. കൊച്ചു മാല, കൊച്ചു കപ്പൽ, ഇതാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെയുള്ള കൊച്ചു ജോലി, ഇവിടെയുള്ള കൊച്ചു ജീവിതം, ഇവിടെയുള്ള ചില കാര്യങ്ങൾ, ഇവിടുത്തെ മണ്ണാങ്കട്ടകൾ, ഇവിടുത്തെ ഒന്നുമില്ലാത്തത് വലുതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ലേഖനത്തിൽ മോശയെ കുറിച്ച് പറയുകയാണ്, മോശ വിശ്വാസത്താൽ വളർന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേലിലെ നിക്ഷേപങ്ങളേക്കാൾ, ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനവന്തടി. നിന്ന ആരെങ്കിലും വലിയ ധനവന്തോ? എന്നെ നോക്കി 10 ചീത്ത പറയുന്ന ആളുകളുണ്ട്. അത് വലുതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ കേട്ട് ഇപ്പൊ എന്റെ മനസ്സെല്ലാം തലപ്പിച്ച് എല്ലാ ആളുകൾ എത്തല്ലോ ചീത്ത പറയണമെന്ന് അറിയാം. സ്തോത്രം. ഇല്ലെങ്കിലൊക്കെ നിൽക്കാൻ പറ്റി കേട്ടേ പറ്റൂ. എന്നെ കുറിച്ച് എത്തല്ലോ ചീത്ത. സ്തോത്രം. എന്റെ വീട്ടുകാർക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ നാട്ടുകാർക്ക് ഒരാൾക്കും എനിക്ക് പോലും അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ പക്ഷെ എത്തല്ലോ ചീത്ത അറിയാം. സ്തോത്രം. പ്രിയ ദൈവമേ, അത് ഞാൻ ഓർക്കും, ഞാനൊരു മദ്യപാനിയായിട്ട് നടന്നിരുന്നെങ്കിൽ ഞാനും അതുപോലെ ചീത്ത പറയുന്നത് നടന്നിരുന്നെങ്കിൽ എന്നെ കുറിച്ച് ആരും ഒന്നും പറയില്ല. എന്നെ കാണുമ്പോൾ പേടിച്ചോളും. അതുകൊണ്ട് ഇപ്പൊ ഈ വേഷത്തില് ബൈബിളും കൊണ്ട് നടക്കുന്നത് എന്ത് ചീത്ത പറയാമെന്നാണ് ചിന്തിച്ച് പറയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെയെങ്കിലും അവർ എന്നെ കുറിച്ച് പറയുന്നല്ലോ, നമുക്കൊരു പബ്ലിസിറ്റിയാണ്. എന്തല്ലോ പറയണേ. പക്ഷേ ദൈവമേ, ഇതൊരു വലിയ ധനമാണ്. നിങ്ങളെ കുറിച്ച് ആരെങ്കിലും നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുവെങ്കിൽ യേശു കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, എല്ലാവരും നിങ്ങളെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം. കാരണം നിങ്ങളുടെ പ്രതിഫല സ്വർഗത്തിൽ വരുന്നതാണ്. എന്തുകൊണ്ടാണ് നിങ്ങളെ കുറിച്ച് അങ്ങനെ പറയുന്നത് അറിയാമോ? നമ്മുടെ പഴയ സ്വഭാവങ്ങളെ കളഞ്ഞിട്ട് മാനസാന്തരപ്പെട്ട് ബൈബിൾ എടുത്ത് സ്തോത്രം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന കൊടുത്ത് സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങുന്നത് കൊണ്ട്, നീ ദൈവത്തെ സേവിക്കുന്നത് കൊണ്ട് ഒരുത്തൻ നിന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ നീ തുള്ളിച്ചാടണം. എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ ദേശം വിഷമിക്കല്, തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കണം. നിങ്ങളുടെ പ്രതിഫലം വലുതാണ്. മോശയ്ക്ക് എപ്പോഴാണെന്നറിയാമോ അവനെ പറ്റിയത്? എന്ന് പറഞ്ഞല്ലോ, ഇസ്രായേലിലെ നിക്ഷേപങ്ങളേക്കാൾ, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ വിശ്വാസത്തിൽ വളർച്ച പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം കണ്ടി. ഈ വലിയ ധനം എവിടെ കൊണ്ടുവയ്ക്കും? സ്തോത്രം. അത് മനസ്സിലാക്കി. സ്തോത്രം.
പക്ഷേ വിശ്വാസത്തിൽ വളരാതിരുന്നെങ്കിൽ ഞാൻ കരഞ്ഞോട്ട് എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞോട്ട് കിടക്കും. വിശ്വാസക്കാർ വളർന്നു കഴിയുമ്പോൾ എന്തെന്നറിയാമോ, നമ്മളെ വിട്ടുപോയ ഒരു കൂടെയുള്ള ഒരു അപവാദങ്ങൾ ജീവിതം എന്തൊരു സന്തോഷം അറിയാമോ. 10 കൂടെ പറയേണ്ട കാരണം നമ്മുടെ സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം വലുതാണ്. ഇത് ഉയരത്തെ കുറിച്ച് ചിന്തിക്കുന്നവർക്കേ പറ്റും. സ്തോത്രം. ഉയരത്തെ ഇരുന്നുകൊണ്ട് കീഴോട്ട് നോക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള സകലതും ചെറുതായിട്ട് തോന്നും. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? നമുക്ക് ഉയരത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയമാണ്. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതം ഉയരത്തിലേക്ക് നോക്കൂ. നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടോ? നിങ്ങൾക്ക് നിന്ദകളുണ്ടോ? നിങ്ങൾക്ക് പരിഹാസങ്ങളുണ്ടോ? നിങ്ങൾ ഉയരത്തിലേക്ക് നോക്കൂ. നമുക്ക് വേണ്ടി അനേക വർഷങ്ങൾക്ക് മുന്നേ തകർക്കപ്പെട്ട ഒരു യേശുനാഥൻ, നമുക്ക് വേണ്ടി അടികൊണ്ടവൻ, നമുക്ക് വേണ്ടി മുൾക്കിരീടം വലിയവൻ, അവനിതാ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവൻ, ആ മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് അവൻ ജയാളിയായി പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ആ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിക്കേ. ആ ദർശനം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരട്ടെ. നാം ഒരു ദിവസം അവിടെ പോകും. ഈ അനുമനാഥൻ വരും. കർത്താവ് നമ്മളെ കൊണ്ടുപോകും. നമ്മെ കർത്താവ് ചേർക്ക്. നമ്മൾ ഒരു ദിവസം കർത്താവ് നമ്മുടെ പോകും. ആ പ്രത്യാശ നമുക്ക് വരട്ടെ. ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം. ഭൂമിയിൽ ജീവിച്ചാൽ മതി. ഇവിടെ അന്നുള്ള ദോഷം മതി. ഇവിടെ ഉണ്ണാനും ഉടുക്കാനും ഉള്ളത് മതി. വേറെ ഒന്നും വാരി കൂട്ടണ്ട. നമുക്ക് സ്വർഗത്തിലേക്ക് നമ്മുടെ ധനം നിക്ഷേപിക്കാം. നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുത്തെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിച്ചെങ്കിൽ, നിങ്ങൾ കാറ്റ് കൊടുത്തെങ്കിൽ, ആത്മാക്കൾക്ക് വേണ്ടി പോരാടിയെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ പരിഹാസങ്ങൾ ഏറ്റെങ്കിൽ, നിങ്ങളുടെ അക്കൗണ്ടിൽ സ്വർഗത്തിൽ പ്രതിഫലം കൂടുകയാണ്. ഉയരത്തേക്ക് ചിന്തിക്കാം. ഉയരങ്ങളിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ പേര് ഉയരത്തിലുണ്ട്. നമ്മുടെ ഭവനം ഉയരത്തിലുണ്ട്. നമ്മുടെ രക്ഷിതാവ് ഉയരത്തിലുണ്ട്. നമ്മുടെ ദൈവം ഉയരത്തിലുണ്ട്. ആ ഉയരത്തിലെ സന്തോഷം ഞാൻ ഒരു ദിവസം ആ ഉയരത്തിൽ പോകും. അവൻ നമ്മുടെ കണ്ണീരുകൾ തുടയ്ക്കും. നമ്മുടെ വേദനകൾ മാറ്റും. നാം എന്നും കർത്താവിനോടൊപ്പമായിരിക്കും. ആ പ്രത്യാശയുണ്ടോ? കണ്ടുവരുന്നേക്കാം. പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവകാര്യങ്ങളിലേക്ക് നിമിഷം സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാവരും സമർപ്പിച്ചാട്ടെ. കർത്താവിന്റെ വരവാസനമായി നമുക്കൊന്ന് ഉയരത്തെ കുറിച്ച് ചിന്തിക്കാം. ഇതുവരെ ഈ ലോകത്തെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ട് നടന്നെങ്കിൽ, ഇവിടെയുള്ള കൊച്ചു സ്ഥാനം, ഇവിടെയുള്ള കൊച്ചു ജോലി, ഇവിടെയുള്ള അരപ്പവന്റെ സ്വർണം, ഇവിടെയുള്ള 1% സംവരണം, ഇവിടെയുള്ള എന്തെങ്കിലും പ്രതീക്ഷ നടക്കുകയാണെങ്കിൽ അതിനെ ചപ്പെന്നും ചവറെന്നും പറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ എപ്പോഴും എല്ലാം ചവറുന്നു എന്ന് പറഞ്ഞു ദൂരെ ഇറങ്ങിയിട്ട് ഉയരത്തിലേക്ക് നോക്കാൻ, ക്രിസ്തുവിനെ നോക്കി ധ്യാനിക്കുവാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? എത്ര പേർക്കാണ് യേശുവിന്റെ ആവശ്യമുള്ളത്? ഈ ഭൂമിയിലുള്ള ചിന്തിച്ച് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉയരങ്ങളെ കുറിച്ച് ചിന്തിച്ച് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു വഴി സ്വർഗം തോന്നിട്ടിരിക്കുകയാണ്. ദൈവകാര്യങ്ങൾ നമുക്കത് കൊടുക്കാം. ബുദ്ധിമാന്റെ ജീവിതയാത്ര എങ്ങോട്ടാണ്? ബുദ്ധിമാന്റെ ജീവിതയാത്ര മേലോട്ടാണ്. ആരാണ് ബുദ്ധിമാൻ? സങ്കീർത്തനത്തിൽ പറയുകയാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിലുള്ള മനുഷ്യപുത്രന്മാരെ നോക്കുകയാണ്. ആരാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്? അവരാണ് ബുദ്ധിമാൻ. ആ ബുദ്ധിമാന്റെ ജീവിതയാത്ര മേലോട്ടാണ്. അവൻ കീഴെയുള്ള പാതാളത്തെ അവരെന്തിരിക്കുകയാണ്? ഒഴിഞ്ഞു പോവുകയാണ്. ആ ജീവിതയാത്ര മേലോട്ട് കഴിച്ച് ആ ഉയരങ്ങളിലേക്ക്, ആ സ്വർഗീയ സിംഹത്തിലേക്ക്, ആ സ്വർഗീയത്തിലേക്ക് നാം എത്തിച്ചേരാൻ പോവുകയാണ്. ഇന്ന് നാം നിന്ദകളും പരിഹാസങ്ങളും ഏറ്റുകൊണ്ട് നിങ്ങൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ, ക്രൂശ് വഹിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ, നിങ്ങൾ ഉയരങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ദൂതന്മാർ എഴുന്നേറ്റ് നിങ്ങളുടെ ക്രൂശ് നിങ്ങളെ എടുത്തിട്ട് ഒരു കിരീടം നിങ്ങളുടെ പേരിൽ വയ്ക്കും. അവിടെ നാം സന്തോഷിക്കും, അവിടെ നാം ആനന്ദിക്കും. ഇന്ന് നാം കരഞ്ഞെങ്കിൽ അന്ന് കണ്ണുനീർ തുടയ്ക്കും. സ്തോത്രം. ആ സുദിനം വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ലോകം പ്രശ്നമല്ല, ഇവിടുത്തെ ലോക ജീവിതം ഒന്നുമല്ല. നമുക്ക് അവസാനപ്പെടാം. ദൈവകരങ്ങളിലേക്ക് പറയാം. നമുക്കെതിരെ ആരെങ്കിലും നമ്മളെ താങ്ങും കൂടാതെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിത്യാഗ്നിയിലേക്ക് പോകുമെന്നുള്ളൊരു സംശയമില്ല.
നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാം. നമ്മുടെ കർത്താവ് വരാറായി. കർത്താവിനോട് നാം അടുക്കാൻ പോകുമ്പോൾ ഈ ദിവസം ഇന്നു മുതൽ ഒരു പുതിയ അനുഭവത്തിലേക്ക് വരാൻ നമുക്കൊന്ന് സമർപ്പിക്കാം. സ്നാനപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ കർത്തവ്യ ക്ഷണിക്കണം. നിങ്ങൾ ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ കൊടുക്കുക, ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. ദൈവമേ സഹായിക്കണമേ എന്ന് നിങ്ങൾ പറയുക. ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ കൊടുക്കുക. കർത്താവ് നിങ്ങളെ ശുദ്ധീകരിക്കും, കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും. ഇന്നു മുതൽ ഒരു പുതിയ ജീവിതത്തിനായിട്ട് സമർപ്പിക്കുക. സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുക. ഇതുവരെ ഭൂമിയെ കുറിച്ച് ചിന്തിച്ചെങ്കിൽ, ഇവിടെ ആളുകൾ എന്ത് പറയുമെന്ന് ചിന്തിച്ചെങ്കിൽ, പ്രിയ മക്കളെ, ഈ ഭൂമിയില് മനുഷ്യർ നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതല്ല പ്രശ്നം, ദൈവം നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഓ ഹല്ലേലൂയ! ആ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുക, ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. അത് വാഴത്തൊന്നും പ്രാർത്ഥിച്ചാട്ടെ. സ്വന്തം പറഞ്ഞാട്ടെ, സ്വന്തം പറഞ്ഞാട്ടെ. ഈ ഉയരത്തുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് നമുക്ക് സന്തോഷം വരട്ടെ, പ്രത്യാശ വരട്ടെ. കർത്താവിന്റെ മേശയോട് നാം അടുക്കാൻ പോവുകയാണ്. എല്ലാവരും സമർപ്പിച്ചാട്ടെ, എല്ലാവരും സമർപ്പിച്ചാട്ടെ. ഓ എല്ലാവരും സമർപ്പിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ ശുദ്ധീകരിക്കുക. ഹല്ലേലൂയ! ഓ, ഈ കർത്താവിന്റെ മേശയിൽ നാം പങ്കെടുക്കുമ്പോൾ അയോഗ്യമായ ആരും പങ്കെടുക്കരുത്. നിങ്ങളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുക. ഏത് കുറവുകൾ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ഏറ്റുപറയുക, അത് ഉപേക്ഷിക്കുക. നിങ്ങൾ ദൈവസ്ഥലിൽ യഥാസ്ഥാനപ്പെടുക, ദൈവകരങ്ങളിലേക്ക് വരിക. പുതിയ തീരുമാനമെടുക്കുവാൻ, പുതിയതായി സമർപ്പിക്കുവാൻ ദൈവാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുമെങ്കിൽ നിങ്ങൾ പുതിയ തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങൾ ആത്മീയരായിട്ട് ജീവിക്കുക. നമുക്ക് ഉയരത്തെ കുറിച്ച് ചിന്തിക്കാം, ഉയരത്തെ കുറിച്ച് ചിന്തിക്കാം, ഉയരത്തെ കുറിച്ച് അന്വേഷിക്കാം. ആ അന്വേഷിക്കുന്നവർ കണ്ടെത്ത് അവൻ അനുഗ്രഹിക്കപ്പെടുകയല്ലേ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാദമുണ്ട്, ഹല്ലേലൂയ പറഞ്ഞാട്ടെ, സ്വന്തം പറഞ്ഞാട്ടെ, അഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷ പറഞ്ഞാട്ടെ. ഉയരത്തിലെ ശക്തി ആഗ്രഹിക്കുകയാണ്, ഉയരത്തിലെ ശക്തി എങ്ങനെ ആ ഉയരത്തിലെ ശക്തി അവരെ ആഗ്രഹിക്കട്ടെ. Glory, 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 glory. Oh, Rama Shabala, Dara, Hadara, Dara, Shakya. Kataye ശുദ്ധീകരിക്കണം. ഈ ശുശ്രൂഷകനായി ഞങ്ങളെ ഒന്ന് ഒരുക്കണമേ. സ്തോത്രം. ഓ Rama, Rama, Shabala, Rama. ഓ കർത്താവേ, ഞങ്ങളെ ഒരുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ എന്തൊരു സന്തോഷം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ധനവാന്റെ ലാസറിന്റെ കാര്യം നമുക്കറിയാമല്ലോ. ധനവാൻ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ഭൂമിയെ കുറിച്ച് മാത്രം ചിന്തിച്ചു, ഗുണമയാളായിരുന്നു. പക്ഷേ ധനവാൻ ലാസർ അവൻ ദരിദ്രനാണെങ്കിൽ, അവൻ രോഗിയായിരുന്നെങ്കിലും, അവൻ ഒന്നുമില്ലെങ്കിലും അവൻ ഉയരത്തെ കുറിച്ച് ചിന്തിച്ചു. രണ്ടുപേരും മരിച്ചു, ഭൂമി അളവാളത്തിലേക്ക് പോയി. പക്ഷേ ഈ ലാസർ ഉയരങ്ങളിലേക്ക്, അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക്. എന്തൊരു സന്തോഷം. ഹല്ലേലൂയ! നമ്മുടെ കർത്താവ് വരാൻ പോവുകയാണ്. നമ്മുടെ പൗരത്വ സ്വർഗ്ഗത്തിലാണ്. ഇവിടെ നമുക്ക് കാണില്ലെങ്കിൽ, ഇവിടെ ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു പൗരത്വമുണ്ട്. അത് സ്വർഗീയ പൗരത്വമാണ്. ആ പൗരത്വം റദ്ദാക്കാൻ ആർക്ക് കഴിയുകയില്ല. ആ പൗരത്വം നമ്മുടെ വ്യാപരിക്കുകയാണ്. ദൈവത്തിന്റെ കൈകളിൽ ചിലപ്പോൾ സമയം ദൈവത്തെ സ്തുതിക്കുക. ആ ദൈവം നമ്മുടെ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഞങ്ങളുടെ പാടുന്ന സത്യത്തിനാണ് ഉയർത്തിയിട്ട് സന്ദേശിക്കാൻ ചുമതലകളെ. ഓ ലജ്ജിക്കേണ്ടത് ലജ്ജിക്കുവാൻ, പാലിക്കേണ്ടത് പാലിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ദൈവസ്വരേറ്റതെന്ന് ഓ പുത്രനാകുന്ന പാട്ട് നമുക്കൊന്ന് പാടാം. പാടുന്ന സമയത്ത് ആദ്യം നമുക്ക് സ്തോത്ര കാഴ്ച സമർപ്പിക്കാം. കർത്തവേഷെടുക്കുന്നവർക്ക് പിൻപോട്ടിരിക്കാം, അല്ലാത്തവർക്ക് പുറകോട്ടിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. കാലമോക്കുമ്പോൾ ഇതരയിൽ ഭേദമെന്ന്